ജീവിതകാലം മുഴുവൻ നമ്മൾ പഠിച്ച് നമ്മളൊരു ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അവസാനം ആ ഒരു കാര്യം വരുമ്പോൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് പോവുകയും ചെയ്യും. ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ എത്രത്തോളം ബെറ്ററായി പെർഫോം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ എത്രത്തോളം ആ കമ്പനിയെക്കുറിച്ച് ആ ജോലിയെക്കുറിച്ച് നമുക്ക് അറിയാം എന്നതിനനുസരിച്ചിരിക്കും. ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ രണ്ട് പ്രധാനപ്പെട്ട അവർ സാധാരണ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഒന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങളെ കമ്പനിയെക്കുറിച്ച്. രണ്ടാമത്തതാണ്, ഞങ്ങളെ കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്കറിയാം? ഈ രണ്ട് ചോദ്യം മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ച് റിസർച്ച് ചെയ്ത ആൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അതിനുവേണ്ടി ഇന്ന് എല്ലാ കമ്പനിക്കും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് കമ്പനിക്കാണ് വെബ്സൈറ്റും കാര്യങ്ങളും ഇല്ലാത്തത്? അപ്പോൾ ആ വെബ്സൈറ്റും കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്താൽ അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ സെയിൽസ് റിപ്പോർട്ട് അടക്കമുള്ള പല കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. ഇല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ് മാഗസീൻസ്, ജേർണൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നോക്കിയാലും പല കമ്പനിയെക്കുറിച്ച് നമുക്ക് അറിയാനും പഠിക്കാനും പറ്റും. അവരുടെ മാർക്കറ്റിനെ കുറിച്ചും അറിയാനും പഠിക്കാനും പറ്റും. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ. ഒരു ഇൻ്റർവ്യൂവറിന് അറിയേണ്ടത് 3 കാര്യങ്ങൾ മാത്രമാണ്. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കണ്ടത് മുഴുവനും ചോദിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തത്, ക്യാൻ യു ഡു ദ ജോബ്? നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ അറിയുമോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, സ്കില്ലുണ്ടോ? അതാണ് ആദ്യം അവർക്ക് അറിയേണ്ടത്. ക്യാൻ യു ഡു ദ ജോബ്. രണ്ടാമതായിട്ട് അവർക്ക് അറിയേണ്ടത്, വിൽ യു ഡു ദ ജോബ്? ഒരു കാര്യം ചെയ്യാൻ അറിയണ്ടെന്ന് വെച്ച് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് അർത്ഥമില്ല. ഉദാഹരണത്തിന്, നിങ്ങളെല്ലാവരും ഒരു സ്കൂളിൽ പോയാൽ എല്ലാവർക്കും വായിക്കാനും എഴുതാനൊക്കെ അറിയാം. പക്ഷെ എത്ര ആൾക്കാർ ഇന്ന് ബുക്ക് വായിക്കുന്നുണ്ട്? ഒരു കാര്യം ചെയ്യാൻ അറിയാമെന്ന് വെച്ചാൽ അത് ചെയ്തോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ കണ്ടിട്ടാണോ വരുന്നത് എന്നൊക്കെ അവർക്ക് അറിയണം. അപ്പോൾ വിൽ യു ഡു ദ ജോബ്? നിങ്ങൾ ആ ജോലി ചെയ്യുമോ? മൂന്നാമതായിട്ട് അറിയേണ്ടത്, വിൽ യു ഫിറ്റ് ഇൻ? നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുമോ? അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് അവർക്ക് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. ഒരു എക്സ്ട്രോവേർട്ട് ടെൻഡൻസി കാണിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുമായിട്ട് പ്രശ്നങ്ങളില്ലാണ്ട് നല്ല രീതിയിൽ നിന്ന് പോവുക, അവർക്കും പാരയാകരുത് എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾ ആ ഒരു കമ്പനിക്ക് ബുദ്ധിമുട്ടാവരുത്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ പലരും പല വർക്ക് ചെയ്യുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു എയിമാണുള്ളത്, ആ കമ്പനിക്ക് കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പം നിങ്ങൾ അവരുടെ പണിക്ക് കുറച്ച്, അവരുടെ പ്രഷറിനും കാര്യങ്ങൾക്കും കുറച്ച് കുറവ് കൊടുക്കുക, അത് അവർക്ക് പ്രഷർ ആവുമോ എന്നുള്ളത് നോക്കാനാണ് ഇത്തരം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വിൽ യു ഫിറ്റ് ഇൻ? നിങ്ങൾ അവരുടെ ഇടയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമോ? നിങ്ങളൊരു ടീം പ്ലെയർ ആണോ എന്നൊക്കെയാണ് അറിയേണ്ടത്. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് ഒരു യെസ് ഓർ നോ ആവരുത്. ഇൻ്റർവ്യൂവർ എന്ത് ചോദിച്ചാലും യെസ് അല്ലെങ്കിൽ നോ മാത്രമേ ആവരുത്. എപ്പോഴും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് പോവുക. എന്നാൽ അതിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് പോവുക. യെസ് ഓർ നോ മാത്രം ആവരുത്. എപ്പോഴും എന്ത് ചോദിച്ചാലും നിങ്ങൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നു സാലറി ചോദിക്കാൻ പാടില്ല എന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ലീവിൻ്റെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ലീവും കാര്യങ്ങളൊന്നും ചോദിക്കരുത്. എത്രത്തോളം ലീവ് കിട്ടും, അത് പെയ്ഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലീവിനെ കുറിച്ച് സൂചിപ്പിക്കുക ചെയ്യരുത്. നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി വരികയാണോ അതോ നിങ്ങൾക്ക് ഇത് ലീവ് എടുക്കാനാണോ ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നത് എന്നുള്ള ആ ഒരു സംശയം അവരുടെ മുന്നിൽ ജനിപ്പിക്കും. അപ്പോൾ ലീവ് എടുക്കാൻ താല്പര്യമുള്ള ആളെ അവർക്ക് ജോലിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ വർക്കിന് നല്ല ഡെഡിക്കേഷനാണ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത്തരത്തിലുള്ള റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത്. പിന്നെ ഒരിക്കലും ഇതുപോലെ മണ്ടൻ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അതായത്, എത്ര വലുതായിരിക്കും എൻ്റെ ഓഫീസ്, എനിക്ക് എപ്പോൾ പ്രൊമോഷൻ കിട്ടും? പ്രൊമോഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ആർക്കും ആൻസർ പറയാൻ കഴിയില്ല. അത് നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ് ഒരു കമ്പനി തരുന്നത്. അതുപോലെ അതൊക്കെ ഓഫീസിനെ കുറിച്ച് ചോദിക്കുന്നത് ഇറെലവൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എവിടെ കൊണ്ടിട്ടാലും നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. അല്ലാതെ ഓഫീസും ഗെറ്റപ്പും നോക്കിയിട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇൻ്റർവ്യൂവർ നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഒരു വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് അവർ തരുന്ന സാലറി അവർക്ക് മുതലാണ് എന്നും കൂടി അവർക്ക് തോന്നും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, റെസ്യൂമെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ പാർട്ടാണ് നമ്മൾ ആദ്യം എഴുതാറ്. ഒബ്ജക്റ്റീവ് എന്ന പാർട്ട് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല.
ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്ത് വർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയെങ്കിൽ മാത്രം ഒബ്ജക്റ്റീവ് ചെയ്താൽ ഒരു ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ എംപ്ലോയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ജോബാണോ നോക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഒബ്ജക്റ്റീവിൽ എഴുതേണ്ടത്. അതിന് വേണ്ട സ്കില്ല് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളത്, അത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവിൽ എഴുതുക. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. റെസ്യൂമെ എന്ന് പറയുമ്പോൾ 1-2 പേജ് മതി. ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ 1-2 പേജിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഹൈലി സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു 4 പേജൊക്കെയാണ് അതിൻ്റെ ഒരു നോർമൽ എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്നത് 4 പേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റെസ്യൂമെ പേജുകൾ വേണ്ടി വരും. അത്തരം ഒരു ഫീൽഡാണെങ്കിൽ മാത്രം ഒരുപാട് പേജുകൾ ആഡ് ചെയ്താൽ മതി. ഈ റെസ്യൂമയുടെ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ കുത്തി നടക്കാനല്ല റെസ്യൂമയിൽ നോക്കേണ്ടത്. അത്യാവശ്യം വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്പേസിൻ്റെ ഒരു കാണാനൊരു ഭംഗി വേണം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്പേസിൻ്റെ ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് കാണണം. ഒരുപാട് വൈറ്റ് സ്പേസും ആവരുത്, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച് അത് ബ്ലാക്കും ആക്കരുത്. ടൈംസ് ന്യൂ റോമൻ അല്ലെങ്കിൽ ഏരിയൽ ഫോണ്ടിൽ 10, 11, 12 ഈ ഒരു ഫോണ്ടിൽ വേണം നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കാൻ. പിന്നെ മാക്സിമം റെസ്യൂമെ പോയിന്റ് വൈസ് ആക്കി ചെയ്താൽ പാരഗ്രാഫിനേക്കാളും നല്ലത് പോയിന്റ് വൈസ്ഡ് ആക്കി എഴുതാനാണ്. അത് കുറച്ചുകൂടി നീറ്റ് ലുക്ക് റെസ്യൂമേക്ക് കൊടുക്കും. പാരഗ്രാഫ് ബേസ് എഴുതുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിംഗിൾ പാരഗ്രാഫിൽ 6 സെൻറ്റൻസിലൊക്കെ ഓരോ കാര്യങ്ങളും എഴുതി തീർക്കുക. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇതുവരെയുള്ള വീഡിയോസ് 3 വീഡിയോസ് ഈ ഒരു ഇൻ്റർവ്യൂ ബേസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു സബ്ജക്റ്റിൽ വേറെ വീഡിയോസ് വരാൻ സാധ്യതയില്ല. ഷുവർ സക്സസ് ഇൻ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് വായിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയത്. ഇനിയും ഇതിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ബെറ്റർ ബുക്ക് വായിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.